നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചനയൊക്കെ പറയുന്നത് പോലെ ഒരു സ്വത്തിനും വേണ്ടിയിട്ടൊന്നും അല്ല എന്റെ ആകെയുള്ള സ്വത്ത് താനാണ്. താൻ മാത്രം മതി. ഇനിയും എന്റെയും തന്റെയും പേരില് അച്ഛനെ വിഷമിപ്പിക്കരുത്. അതുകൊണ്ട് താനത് വാങ്ങണം. ഞാനല്ലേ പറയുന്നത്. ശരി, വാങ്ങാം. പക്ഷെ ഇതിന്റെ പേരില് ഇനി ഈ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. എനിക്കറിയാം ഏട്ടന്മാരൊന്നും അറിയാതെയാണ് അച്ഛനത് ചെയ്യുന്നതെന്ന്. പിന്നീട് അവരിത് അറിയുമ്പോ വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ അച്ഛൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ ഇപ്പൊ ഇത് വാങ്ങ. പറഞ്ഞാ മതി. ഞാനങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ഇയാളെന്താ രാവിലെ തന്നെ മോളുടെ മുറിയിലേക്ക് പോയത്? ഇനി വിവാഹം കഴിഞ്ഞപ്പോ മോളോട് ഇനി അമിത സ്നേഹം തോന്നി തുടങ്ങിയോ കിഴവന്? ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞപ്പോ താൻ കൂടുതൽ സുന്ദരിയായതുപോലെ തോന്നുന്നു. അപ്പൊ ഞാൻ ഈ ആഭരണങ്ങളൊക്കെ എപ്പോഴും അണിയണമെന്നാണോ ധനുഷ് പറയുന്നേ? അങ്ങനെയല്ല. താൻ ഇതൊന്നും അണിഞ്ഞില്ലെങ്കിലും സുന്ദരി തന്നെയാ. ഈ സ്വർണത്തിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ധനുഷ്. പിന്നെ അമ്മയുടെ സ്വർണം അച്ഛൻ ഇത്രയും വർഷം സൂക്ഷിച്ചു വച്ചിരുന്നത് കൊണ്ടും അമ്മയെക്കുറിച്ച് ഓർത്തതുകൊണ്ടും മാത്രമാ ഞാൻ അച്ഛൻ തന്നപ്പോ ഇത് വാങ്ങിയത്. പിന്നെ ധനുഷ് പറഞ്ഞതുകൊണ്ട്. എന്റെ അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല. അമ്മയുടെ ഓർമ്മയായിട്ട് ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കും. അച്ഛൻ അത്രയ്ക്കും ആഗ്രഹിച്ചു കൊണ്ടുവന്നതല്ലേ. അപ്പൊ നമ്മള് വേണ്ടെന്ന് പറയുന്നത് അച്ഛന് വലിയ വിഷമമാവും. ഞാനും താനും ഒന്നിക്കണമെന്ന് തീരുമാനിച്ചത് നമ്മളാ. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇനിയും ഈ വീട്ടുകാരെ അതിന്റെ പേരിൽ വിഷമിപ്പിക്കണ്ട. ഇവിടുന്ന് ഒരു തരി സ്വർണമോ സ്വത്തോ ഒന്നും നമുക്ക് വേണ്ട. ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ എനിക്ക് വേണ്ടത് തന്നെയായിരുന്നു. അതെനിക്ക് ഈശ്വരൻ തന്നു. നമ്മളെടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്ന് ഇവിടെയുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട ചുമതല നമുക്കുണ്ട്. താൻ എന്റെ കൂടെ ഇറങ്ങി വന്നതുകൊണ്ട് തനിക്ക് എപ്പോഴും സന്തോഷമാണെന്നും ഒരിക്കലും നമ്മൾ ചെയ്തത് ഒരു അബദ്ധമായിരുന്നില്ല എന്നും എല്ലാവരെയും ബോധ്യപ്പെടുത്തണം എനിക്ക്. അതിപ്പോ എന്റെ ഒരു വാശി കൂടിയാ. ഒക്കെ നടക്കും ധനുഷ്. ഞാൻ എടുത്ത തീരുമാനം അത് ശരിയായിരുന്നോ എന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം അത് നമുക്ക് തെളിയിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ എന്നും നിന്നോടൊപ്പം സന്തോഷമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് കുറച്ചൊക്കെ അച്ഛനും വന്നിട്ടുണ്ട്. അതല്ലേ ഇതെല്ലാം നമ്മളെ കൊണ്ട് ഏൽപ്പിച്ചത്. അച്ഛനെ പോലെ എന്റെ ഏട്ടന്മാർക്ക് മനസ്സിലാവുകയല്ല. ഈശ്വരൻ ഇത്രയൊക്കെ സാധിച്ചു തന്നില്ലേ, അതും നടത്തി തരും. നമ്മുടെ മനസമാധാനപരമായ ജീവിതത്തിനു വേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. ഞാൻ ആഗ്രഹിച്ച ആളെയും ഞാൻ ആഗ്രഹിച്ച ജീവിതത്തെയും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ആ സന്തോഷത്തിലാണ് ഞാനിപ്പോ.
ശരിക്കും ഞാൻ ധനുഷിന്റെ ജീവിതത്തിലേക്ക് വന്നത് ധനുഷിന് വലിയ സന്തോഷമാണോ? ആണെന്നോ? താനെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഇതിൽ പരം സന്തോഷം എനിക്ക് വേറെ എന്ത് കിട്ടാനാ? മരിക്കുന്നതുവരെ എനിക്ക് എന്നും തന്നോടൊപ്പം തന്നെ ജീവിക്കണം. അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ മനസ്സില്. അർച്ചനയൊക്കെ പറയുന്നത് പോലെ ഒരു സ്വത്തിനും വേണ്ടിയിട്ടൊന്നും അല്ല. എന്റെ ആകെയുള്ള സ്വത്ത് താനാണ്. താൻ മാത്രം മതി. അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് നമ്മളിവിടെ നിൽക്കുന്നതെങ്കിലും നമ്മൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നത് ഇവിടെയുള്ള മറ്റുള്ളവർ കൂടി കാണട്ടെ എന്ന് കരുതിയ ഞാൻ ഇവിടെ താമസിക്കാൻ തയ്യാറായത്. ഞാൻ മനസ്സിലാക്കിയതുപോലെ നിന്നെ ഇവിടെയുള്ള ബാക്കി എല്ലാവരും ഒരു ദിവസം മനസ്സിലാക്കും. ഇന്ന് അവര് നമ്മളോട് ചെയ്യുന്ന എല്ലാ ക്രൂരതയ്ക്കും അവരായിട്ട് തന്നെ നമ്മളോട് വന്ന് മാപ്പ് പറയുന്ന ഒരു ദിവസം വരും. നമ്മുടെ സന്തോഷത്തോടെയുള്ള ജീവിതമാ അവരോടുള്ള നമ്മുടെ പ്രതികാരം. ഞാൻ തനിക്കൊരു ഉമ്മ തരട്ടെ? അതെന്താ ഇപ്പൊ അങ്ങനൊരു തോന്നൽ? എനിക്കെന്തോ ഇപ്പൊ അങ്ങനെ തോന്നി. അതെന്താ പെട്ടെന്ന് ഇഷ്ടം കൂടിയോ? ഇഷ്ടം എന്നും ഉണ്ടല്ലോ. ഇപ്പൊ സംസാരിച്ചിരുന്നപ്പോ എനിക്കെന്തോ തന്നോടൊരു പ്രത്യേകത തോന്നി. അതാ. എങ്കിയാ തോന്നല് മാറുന്നതിന് മുമ്പേ ധനുഷിന്റെ ആഗ്രഹം നടക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.